കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത്. ഇവരുടെ രക്തവും സ്രവവും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുന്നുണ്ട്. ചേതൻ, വീണ്ടും ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ വിവരങ്ങൾ. എന്താണ്, എത്ര പേർക്കാണ് ഇതിൻ്റെ ഒരു ലക്ഷണം കണ്ടത്? എന്താണ് വിവരങ്ങൾ? സിജു, 2 പേർക്കാണ് ഈ ലക്ഷണം നിലവിൽ കണ്ടത്. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം വന്നതായാണ് സംശയിക്കുന്നത്. ഇവർ ഈ 2 പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിലാണ്. അമീബിക് രോഗലക്ഷണങ്ങളാണ് ഇവർ പ്രകടിപ്പിച്ചത്. ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ അതിന്റെ പരിശോധന ഫലം വന്ന ശേഷം മാത്രമായിരിക്കും സ്ഥിരീകരിക്കാൻ പറ്റുക. നിലവിൽ ഇവരുടെ രക്തവും സ്രവവും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അതുപോലെ തന്നെ അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് നിലവിൽ ഇപ്പോൾ രോഗം സംശയിക്കുന്നത്. ഈ രോഗത്തിന്റെ ഉറവിടത്തെ കുറിച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ താമരശ്ശേരിയിൽ 9 വയസ്സുള്ള കുട്ടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വന്ന് മരിച്ചത്. ഇതേ തുടർന്ന് ജില്ലയിൽ ഇതിന്റെ ഒരു രോഗത്തിന്റെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും വിദഗ്ധ ഈ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. ശരി, ചേതൻ സാജനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.